ഹലോ ഹായ് വിവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 1-2 വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും കുറച്ച് വീഡിയോസായിട്ട് വരികയാണ്. അപ്പം നിങ്ങൾ മുമ്പ് തന്ന സപ്പോർട്ട് എനിക്ക് വീണ്ടും തരിക. എൻ്റെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തായ്ലൻഡ് ഓൾ സീസൺ മാംഗോനെ കുറിച്ചിട്ടാണ്. ഇത് ഈ ഒരു മരം കണ്ടോ, ഇത് ഞാൻ വെച്ചിട്ട് 1 വർഷം 1.5 വർഷം ആയിട്ടേ ഉള്ളൂ. ചെറിയൊരു പോട്ടിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. കണ്ടോ, വളരെ ചെറിയൊരു പോട്ടിലാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു 8-10 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഈ മാങ്ങ കാണാൻ എന്തൊരു ചന്താണ്. ഇതെല്ലാം നമ്മുടെ തായ്ലൻഡ് ഓൾ സീസൺ മാംഗോ ആണ്. കണ്ടോ, നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. നല്ല വലുപ്പമുണ്ട് മാങ്ങ കാണാൻ. ഈ വർഷം എനിക്ക് ഒരു 8-10 മാങ്ങ പിടിച്ചിട്ടുണ്ട്. വളരെ ചെറിയ തൈയാണ് കേട്ടോ. ഞാൻ 1 വർഷമായിട്ടുള്ളൂ ഇത് വെച്ചിട്ട്, 1.5 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 8-10 മാങ്ങ പിടിച്ചു. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ സീസൺ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, 2-3 പ്രാവശ്യം വർഷത്തിൽ കായ്ക്കുന്നതാണ്. അപ്പോൾ ഏത് സമയത്തും നമ്മളുടെ വീട്ടിൽ മാങ്ങ ഉണ്ടാവും എന്നുള്ളതാണ് അതിശയം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മാവിൻ്റെ തൈയെ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഇത് വെക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വർഷത്തിൽ 2-3 പ്രാവശ്യം കായ്ക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോയിട്ടൊരു മാങ്ങ വാങ്ങിക്കേണ്ടി വരില്ല. ഒരു ചമ്മന്തി അരയ്ക്കാനോ ഒരു മാങ്ങാക്കറി വയ്ക്കാനോ ഇനി ജസ്റ്റ് ഒന്ന് പൂളി കഴിക്കാനോ പിള്ളേർക്ക് എല്ലാറ്റിനും പറ്റുന്ന ഒരു മാങ്ങയാണ് ഇത് തായ്ലൻഡ് ഓൾ സീസൺ. ഇപ്പോൾ ഇത് എങ്ങനെ നടുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് മസ്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരെണ്ണം വയ്ക്കണം. ഇനി എത്ര സ്ഥലമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്കിത് ഡ്രമ്മിൽ വയ്ക്കാം, ടെറസിൻ്റെ മുകളിൽ വയ്ക്കാം, മണ്ണിൽ നടാം. ചെറിയ പോട്ടിൽ പോലും നട്ട് കഴിഞ്ഞാൽ ഇതേപോലെ മാങ്ങ കുറച്ചും കൂടെ ഉണ്ടാവാറുണ്ട്. ഇതിലൊക്കെ കണ്ടോ നിറയെ ഉണ്ടായതാണ്. ഇതൊക്കെയാണ് ഈ മാങ്ങേനെ കുറിച്ച് പറയാൻ ഉള്ളത്. ഇതിൻ്റെ ഞാൻ പഴുത്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഒന്ന് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ പറയാം ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ. എന്തായാലും നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ നട്ടിട്ട് 1 വർഷം 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഡെഫിനറ്റായിട്ട് ഇത് കായ്ക്കും. പക്കയാണ് ഈ പറയുന്നത്. കാരണം നമ്മൾക്ക് ഉള്ളതാണ്. ഞാൻ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഞാൻ ഇതിന് കൊടുക്കാറുള്ളത്. ഞാൻ എൻ്റെ പ്ലാന്റ്സുകൾക്ക് ഒന്നിനും തന്നെ ഞാൻ കെമിക്കൽസ് തൊടാറില്ല, ഉപയോഗിക്കാറില്ല. എല്ലാം ഓർഗാനിക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓൾ സീസൺ തായ്ലൻഡ് മാംഗോൻ്റെ തൈ വേണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കാം. നിങ്ങളതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ കൊറിയർ ചെയ്യുന്നുണ്ട്. കൊറിയറായിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഒരുപാട് മാംഗോസിൻ്റെ ട്രീ ഞാൻ എൻ്റെ പോട്ടുകളിൽ ഇവിടെ പോട്ടിൽ വെച്ചിട്ടുണ്ട്. ഒരു 10-60 വെറൈറ്റി ഉണ്ട്. അതിൽ ഈ വർഷം ഒരു 10-12 വെറൈറ്റി കായ്ച്ചിട്ടുണ്ട്. ഞാൻ ഓരോ വെറൈറ്റീസായിട്ടും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. എല്ലാം നല്ല പ്ലാന്റ്സുകളാണ്, നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഓരോ വീഡിയോകൾ അടുത്തടുത്ത വീഡിയോകളായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം കണ്ട് നിങ്ങൾ അതേപോലെ വെക്കാൻ ശ്രമിക്കുക. മണ്ണില്ല, മുറ്റില്ല, സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. ടെറസിലോ ഇനി ഈവൻ നിങ്ങളുടെ സിറ്റ് ഔട്ടിൻ്റെ 2 സൈഡിലെങ്കിലും 2 മാവ് വാങ്ങിച്ചിട്ട് വയ്ക്കുക. അത് നല്ലത്. ഇതേപോലെ ഓൾ സീസണൊക്കെ ആയിട്ട് ഉണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇടയ്ക്കൊരു ചമ്മന്തി ഒരു കഞ്ഞിയൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു രസമായിട്ടുള്ളൊരു ഇതും കാര്യം കൂടെയാണ് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോകൾ ഞാൻ അടുത്ത് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പോട്ടിംഗ് മിക്സും ഇതിൻ്റെ ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ അപ്പോഴേക്കപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണാം. നന്ദി, നമസ്കാരം.